CMR ലെക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസ് അന്വേഷിക്കുന്ന ED നടത്തിയ അന്വേഷണത്തിൽ ആ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് പ്രവർത്തിക്കുന്ന ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് പണം വന്നതായി കണ്ടെത്തിയിരുന്നു. 15 ലക്ഷത്തോളം രൂപ ED മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ ഓഫീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. കോഴിക്കോട് ബൈപ്പാസിൽ നിന്ന് ഏകദേശം ഈ കാണുന്നത് മണക്കടവ് റോഡാണ്, പന്തീരങ്കാവ് മണക്കടവ് റോഡാണ്. ബൈപ്പാസിൽ നിന്ന് ദേശീയപാത 66 ബൈപ്പാസിൽ നിന്ന് ഒരു 200 മീറ്റർ മണക്കടവ് റോഡ് ഭാഗത്തേക്ക് വന്നാൽ പൂളങ്കര എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് ഈ കെട്ടിടമുള്ളത്. 3 നില കെട്ടിടമാണ്. കെട്ടിടത്തിൻ്റെ 1ാം നിലയിലാണ് ഞാൻ നിൽക്കുന്നത്. 1ാം നില എത്തുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു വെള്ള പേപ്പറിൽ എഴുതി ഒട്ടിച്ച ഒരു കമ്പനിയുടെ വിവരങ്ങൾ കാണാം. ഇതാണ് ലേക്കർ ഇന്ത്യ കോർപ്പ്. ഈ കമ്പനിയുടെ ഈ ബിൽഡിങ്ങിൻ്റെ അഡ്രസ്സ് ഉൾപ്പെടെ നൽകിയിരിക്കുന്നു. GST നമ്പറുമുണ്ട്. അതായത് സമീപകാലത്തൊന്നും കെട്ടിടം തുറന്നിട്ടില്ല എന്നാണ് പരിസരവാസികളൊക്കെ തന്നെ പറയുന്നത്. വല്ലപ്പോഴും കുറച്ച് ആളുകൾ വന്ന് പോകാറുണ്ടെന്ന് പറയുന്നു. ഏതായാലും ഇവിടേക്ക് കയറി വരുന്ന സ്റ്റെപ്പുകൾ ഉൾപ്പെടെ മൊത്തം പൊടിപടലങ്ങൾ പിടിച്ച് കിടക്കുകയാണ്, ചലന്ത് വല പിടിച്ച് കിടക്കുകയാണ്. ഈ ഓഫീസിൻ്റെ നിലത്ത് നോക്കിയാലും കാണാം കാൽപെരുമാറ്റം കുറവുള്ള ഒരു ഓഫീസായിട്ട് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. തൊട്ടടുത്തുള്ള ബദാമിൻ്റെ ഇലയും മറ്റ് വേസ്റ്റുകളൊക്കെ തന്നെ ഈ വരാന്തയിൽ കിടക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ദിവസവും തുറക്കുന്ന ഒരു ഓഫീസല്ല, ഇത് ഷെൽ കമ്പനിയാണ് അല്ലെങ്കിൽ വെള്ളക്കടലാസിൽ കമ്പനിയാണെന്നൊക്കെ തന്നെ ആരോപണമുണ്ടായിരുന്നു. പക്ഷേ ഒരു രജിസ്റ്റേർഡ് ഓഫീസുണ്ട്. ഈ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസാണ് ഇത്. അടഞ്ഞു കിടക്കുകയും ചെയ്യുന്നു. അതിൻ്റെ അഡ്രസ്സാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ ബേപ്പൂരിൽ MLA മുൻ മന്ത്രിയുമായി PA മുഹമ്മദ് റിയാസ് നൽകിയ അഫിഡവിറ്റിൽ ഈ ജീവിത പങ്കാളിയുടെ സ്വത്ത് വിവരത്തിൽ ഇത് പറയുകയും ചെയ്യുന്നുണ്ട്. ലേക്കർ ഇന്ത്യ കോർപ്പിൽ 10,94,000 രൂപയുടെ ഓഹരി അല്ലെങ്കിൽ ഷെയർ ഉണ്ട്, വീണയ്ക്കുണ്ടെന്ന് നൽകുകയും ചെയ്തിരുന്നു. 2023-ലാണ് ഡോക്ടർ അനീസ് എന്ന് പറയുന്ന വ്യക്തി ഈ കെട്ടിടം വാടകയ്ക്ക് എടുക്കുന്നത്. ഇടയ്ക്ക് ഇത് എഗ്രിമെൻറ്റ് പുതുക്കുകയും ചെയ്തതെന്ന് ഇതിൻ്റെ കെട്ടിട ഉടമ പറയുന്നുണ്ട്. അതായത് ഡോക്ടർ അനീസാണ് വീണയ്ക്ക് പുറമെയുള്ള മറ്റൊരു പാർട്ണർ ഈ കമ്പനിയുടെ. ഏതായാലും ED ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ്. ഇന്നലെ മുഹമ്മദ് റിയാസ് പറഞ്ഞത് ലേക്കർ ഇന്ത്യ കോർപ്പ് തുടങ്ങിയ സ്ഥാപനം ഉണ്ടോ ഇല്ലയോ എന്ന കാര്യം നിങ്ങൾക്ക് അന്വേഷിക്കാം. ഒരു സ്ഥാപനം തുടങ്ങാൻ ഒരു വ്യക്തിക്ക് അവകാശമുണ്ട്, അതുപോലെ തന്നെ നിർത്താനും അവകാശമുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഏതായാലും ഇങ്ങനെ ഒരു കമ്പനിയുടെ ഓഫീസ് ഏതായാലും ഒരു സ്റ്റിക്കർ ഇവിടെ പതിപ്പിച്ചിരിക്കുന്നു. മറ്റൊരു കാര്യം, ഇത് അടുത്തിടെ പതിപ്പിച്ച സ്റ്റിക്കറാണോ എന്ന് സംശയമുണ്ട്. കാരണം ഇതിന് മുകളിൽ പൊടിയോ മറ്റോ ഒന്നുമില്ല, ഒരു പുതിയ ഒരു വെള്ള പേപ്പറായിട്ട് തോന്നുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതാണ് ലേക്കർ ഇന്ത്യ കോർപ്പിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസായി കാണിച്ചിരിക്കുന്നത്. പുറമേ നിന്ന് നോക്കിയാൽ വലിയ ബോർഡുകളൊന്നും തന്നെ ഇല്ല. ഇവിടെ വന്ന് കയറി നോക്കിയാൽ മാത്രമേ A4 ഷീറ്റിൽ ഒട്ടിച്ച ഈ കമ്പനിയുടെ പേര് വിവരങ്ങൾ കാണാൻ സാധിക്കുകയുള്ളൂ. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളമണയ്ക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസിൻ്റെ റിപ്പോർട്ടർ.